ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടില് പിള്ളേച്ചന്റെ അച്ചാറ് കട എന്നൊരു കടയുണ്ട് കേട്ടോ. എങ്ങനെ മിസ്സായി പോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരുപാട് പേര് പണ്ടോട്ടേ സജഷൻ ചെയ്ത ഒരു കടയാണ്. ഈ രുചികളൊക്കെ ആസ്വദിക്കാൻ ദൂരേക്കാണല്ലോ യാത്ര ചെയ്യണത്. അപ്പൊ അടുത്തുള്ള കടയൊന്നും നമ്മൾ കാണത്തില്ല. അങ്ങനെ ഒരു കടയുണ്ട്, പോയാലോ എന്ന് പറഞ്ഞതും നമ്മളെ വിളിച്ചോണ്ട് പോയതും ടിജോ ബ്രോയാണ് കേട്ടോ. ഇരിക്കുന്ന പോലെയല്ല, മമ്മൂട്ടി തൊട്ട് അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു കടയിൽ വന്നിട്ടുണ്ട്. നമ്മളും ഈ ഒരു കട റിവ്യൂ ചെയ്യുവാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ ലാസ്റ്റ് വരെ കാണുക. ഐ ആം രമേശ്. Welcome to. Damn, I was built to last. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same, 'cause that's what it takes. പിള്ളേച്ചന്റെ കടയിൽ പോകാൻ കാടും മലയും ഒന്നും കയറണ്ട കേട്ടോ. ഡിസ്കവറി ചാനൽ കാണിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് പൊട്ടമ്പടി എന്ന സ്ഥലത്തിന്റെ പേര്. ആർക്കറിയാം ഈ പുല്ലിന്റെ ഇടയിൽ കടുവയുണ്ടോ ആനയുണ്ടോ എന്ന്. നമ്മുടെ സ്ഥലമായതുകൊണ്ട് ഇത് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഏക ആശ്വാസം ടിജോ ബ്രോ കൂടെയുണ്ട്. ഏകദേശം ഈ സ്ഥലം മൂലമറ്റത്തിന്റെ തൊട്ടടുത്തുള്ള കമന്ത എന്നൊരു സ്ഥലമുണ്ട്. അത് ഏകദേശം സാമ്യതയുണ്ട്. പിന്നെ സൂക്ഷിക്കേണ്ടത്, ഈ ചോര കുടിക്കുന്ന ഒരു സൈസ് ചോട്ടയില്ല തോട്ടാപ്പുഴുണ്ട്. അത് ചോര കുടിക്കുന്ന സാധനമാണ്. അത് കടിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രം സൂക്ഷിച്ചാൽ മതി. അടുത്തൊന്നുമില്ല. നോക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നോക്കിയ മലയും മഞ്ഞും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഈ മൈൻഡ് റിലാക്സേഷൻ ഒക്കെ ആവാൻ നല്ല പറ്റിയ സ്ഥലം കേട്ടോ. ഈ ഒരു ഏരിയ ഫോറസ്റ്റുകാരുടെ നിരീക്ഷണത്തിലാണ്. ടിജോ ബ്രോന്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ നൈക്കോണിൽ കൊടുത്തേക്കാം. അത് കാണുക കേട്ടോ. ഇവിടെ പറയുന്ന കാലത്ത് കൂടുതൽ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചാനൽ കാണാൻ പറയണത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മാത്രം. ഇവിടെ ഈ തുമ്പിച്ചി മല, നാടുകാണിയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ സെയിം ലൊക്കേഷനാണ് കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക സന്തോഷമാണ്. പിന്നെ എൻ്റെ അറ്റത്തൊരു എഡ്ജുണ്ട്. അതിൽ പോയി നിൽക്കുന്നവരൊന്ന് സൂക്ഷിക്കുക കേട്ടോ. ബാക്കി പിന്നെ ടിജോ ബ്രോയുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. നല്ല ഭംഗിയാണ്. മൂലമറ്റം പവർ സ്റ്റേഷൻ, മൂലമറ്റം കാഞ്ഞാർ ഏരിയ, അറക്കോം ഏരിയ, വാഗമണ്ണ് തൊട്ട് ഇവിടെ തൊടുപുഴ, എറണാകുളം വരെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും സിനിമ ഒരുപാട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ചില സിനിമയുടെ പാട്ട് രംഗങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ തൊട്ട് ഇപ്രാവശ്യം പരിപാടിയിൽ കുളമാവ് ഡാം, ഇടുക്കി ഡാം ഒക്കെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതിരിക്കുക. സ്ഥലത്തിന്റെ പേര് പൊട്ടമ്പടി. ഒന്ന് ആലോചിക്കണം, നേരെ നമ്മൾ പിള്ളേച്ചന്റെ കടയിൽ പോവാം. ഈ ഇടുക്കി ഡാമിലോട്ട് പോകുമ്പോൾ ഈ റൂട്ടാണ്. അതിന്റെ തൊട്ട് ഇപ്പറേ ഒരു കടയുണ്ട്. അതാണ് പിള്ളേച്ചന്റെ അച്ചാറ് കട. എന്തായാലും ഇടുക്കി ഡാം പോകുമ്പോൾ ഈ റൂട്ടാണ് പോകുന്നത്. ഈ റൂട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് അച്ചാർ മേടിച്ച് കഴിക്കുക. അച്ചാർ പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് പോകുക. എന്തായാലും പിള്ളേച്ചന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്ന കാലാകാലക്കാരാണ്. ചെറുപ്പം പോലെ ബിസിനസ്സുകളിലാണ്. അങ്ങനെ അച്ചാറുകൾ പലതരം വാരിയിട്ടിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ വന്നു എന്ത് ആഹാരം ഉണ്ടാക്കിയാൽ അതിനുള്ള നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അച്ചാറുകൾ തന്നെ ഒത്തിരി ഐറ്റങ്ങളുണ്ട്. 10-30 ഐറ്റമുണ്ട്. മീൻ തന്നെ 8-9 ഐറ്റമുണ്ട്. ബീഫ് അച്ചാറ്, അങ്ങനെ എല്ലാ ചിക്കൻ അച്ചാറ്, അങ്ങനെ പല ഐറ്റങ്ങൾ മാറി നമ്മൾ ചെയ്യും. എല്ലാം നമുക്ക് സുലഭമായിട്ട് ഇവിടെ കിട്ടും. ഓൾ ഇന്ത്യ ലെവലിൽ കുറേ ആയിട്ട് ഓൺലൈൻ വഴി നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഈ നമ്പറുള്ളതുകൊണ്ട് വിളിക്കും ആൾക്കാർ. യൂട്യൂബിലൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്പറുണ്ട്. അപ്പോൾ നമ്പർ കണ്ടിട്ട് ചെന്നൈ, ബാംഗ്ലൂർ, കൽക്കട്ട അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കും. അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ പോകും. അങ്ങനെ നമ്മളിവിടെ മാത്രം ആക്കാറുണ്ട്. ഇവിടെ ഫേമസ് അതേ മമ്മൂട്ടി വരുന്നു. മമ്മൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഫേമസായി. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് വന്നു. പിന്നെ വിജയ പള്ളിശ്ശേരി വന്നു. ഇങ്ങനെ ഫേമസായ ആൾക്കാരെല്ലാം വന്നു നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പേര് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹോട്ടൽ ഫീൽഡിലാണ് ചെറുപ്പം പോലെ. അപ്പം എല്ലാ ആഹാരത്തെ പറ്റി നമുക്ക് വെറൈറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഓരോന്ന് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് തൃപ്തിയാണ്, ഇഷ്ടമാണെന്ന് കാണുമ്പോൾ
നമ്മൾ അതിനെ പിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ. ഞാൻ വിചാരിക്കുവാണ് ഇത്രയും സെലിബ്രിറ്റീസ് ഈ റിമോട്ട് പ്ലേസ് ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് പിള്ളേച്ചൻ്റെ അച്ചാർ തപ്പി വരുവാണെങ്കിൽ ഇപ്പം ആലോചിച്ചോണം എത്രത്തോളം ക്വാളിറ്റിയാണ് ഈ ഒരു അച്ചാറിനകത്ത് ഉള്ളതെന്ന് ആലോചിച്ചോണം കേട്ടോ. നമുക്ക് പണ്ടത്തെ കാലത്തെ മാഗസിനിലാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മുകളിൽ തന്നെ പ്രൈവസി ആയിട്ട് ഇരിക്കുന്ന സ്പേസ് ഉണ്ട്, അവിടെ പോയി ഇരുന്ന് നമുക്ക് കഴിക്കാം. എന്തായാലും പറഞ്ഞ മലയിൽ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഊണാണ് നമുക്ക് ആദ്യം ട്രൈ ചെയ്യാൻ പോണത്. ഇവിടുത്തെ പ്രൈസ് ടാഗ് എന്തായാലും 60 rupees ആണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് അച്ചാർ. പുളിശ്ശേരി മൈ ഫേവറേറ്റ് ആണ്. ഇവിടുത്തെ പുളിശ്ശേരി നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കട്ടി കൂടുതലുണ്ട് പുളിശ്ശേരിക്ക്. കൂടാതെ എന്തായാലും ഇവിടുത്തെ ഓരോ കറിയും നമുക്ക് പയ്യെ ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു പുളി, ആവശ്യത്തിന് മധുരം, എന്തായാലും കൊള്ളാം. ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. പാവയ്ക്ക വെച്ചുള്ള ചെറിയൊരു കറിയാണ് കേട്ടോ. സ്മെല്ല് വൈസ് ഉള്ളിത്തേലിന്റെ നല്ല ഹെവി സ്മെല്ലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ആ ഉള്ളിത്തേലിന്റെ മസാല ടേസ്റ്റും ചെറിയൊരു കയ്പും ഉണ്ട് കേട്ടോ. ജസ്റ്റ് 1% നമ്മൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു പരിപ്പും ചെറിയൊരു മത്തങ്ങയൊക്കെ ചേർത്ത ഒരു കറിയുണ്ട്. അത് നമുക്ക് കഴിച്ച് നോക്കാം. മത്തങ്ങയുടെ സ്വീറ്റ്നെസ് ഈ ഒരു കയ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മാങ്ങ വെച്ചുള്ള ചമ്മന്തിയാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ഈ ഒരു മാങ്ങ ചമ്മന്തി കഞ്ഞിയും അച്ചാർക്ക് മൈ ഫേവറേറ്റ് ആണ്. റോയ്ക്ക് കഴിച്ചത് വെച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ്. നല്ല ഫുഡ് കിട്ടിയ ആ വേറെ എവിടെയെങ്കിലും വേറെ മാങ്ങ വെച്ചുള്ള ചമ്മന്തി ഉണ്ടല്ലോ, രക്ഷയില്ല മക്കളെ. ഈ സൈഡ് ഡിഷ് ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് മെയിൻ ഡിഷിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാം തന്നെ നാടൻ കറികളാണ്. ഇത് പാവയ്ക്ക തോരനാണ് കേട്ടോ. പലർക്കും ഇഷ്ടമില്ല, എന്നാലും നല്ല ഹെൽത്തിയാണ് ഈ ഒരു സാധനം. നമുക്ക് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് നന്നായിട്ട് തന്നെ എടുത്ത് നിൽക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി തേങ്ങയുടെ പ്രസൻസ് ഹെവി ആയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ എണ്ണ ഹെവി ആയിട്ട് ഒഴിക്കും, പക്ഷെ ഇവിടെ എണ്ണ അധികമില്ല കേട്ടോ. കയ്പ് ആവശ്യത്തിനുണ്ട്, പക്ഷെ ആ കയ്പ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ തുടക്കം തൊട്ടേ ശ്രദ്ധിക്കുന്നതാണ് ഈ കണ്ണിമാങ്ങയുടെ ചെറിയൊരു അച്ചാർ. കണ്ണിമാങ്ങയുടെ അച്ചാർ ആദ്യമായിട്ടോ കഴിക്കണത്. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അതായത് ഈ ചെറിയ കയ്പും അത് അച്ചാറിൻ്റെ കൂടെ ചേരുമ്പോഴുള്ള പുളിയും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആട്ടോ. നെല്ലിക്കയുടെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഹെവിയായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചാട്ടോ ഫുഡൊക്കെ കഴിക്കണത്. അതുപോലെ ഇവിടുത്തെ പുളിശ്ശേരി കറിയും ഒരുപാട് ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇടുക്കി ഡാമിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് മൊത്തം കാട് പ്രദേശമാണ്. അങ്ങോട്ട് പോയി അധികം നല്ല കടകളില്ല. എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതാണ് ബുദ്ധി. എന്തായാലും ഇവിടുത്തെ മെയിൻ നായകൻ മീനച്ചാർ ട്രൈ ചെയ്ത് നോക്കാം. മീനച്ചാറിൽ നിന്നും ഇവിടെ എന്താണ് വ്യത്യസ്തമായി നിൽക്കുന്നത് നമുക്ക് അറിയേണ്ടത്. ഒരുപാട് ഇടത്ത് ഈ ഒരു മീനച്ചാർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തേക്കാം, കാണുക. അത്യാവശ്യം നല്ല 3/4 ലെവലിൽ എരിവ്, അത്യാവശ്യം അച്ചാറിന്റെ ടേസ്റ്റുള്ള ആ ഒരു പുളി, പിന്നെ മീൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിന് വിനീഗറിന്റെ ഒരു ഹെവി എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതൊഴിച്ച് നോക്കിയാൽ അച്ചാർ അടിപൊളി ടേസ്റ്റിയാണ്. ഇതിന്റെ പ്രൈസ് ടാഗ് 16 rupees ആണ്. 16 rupeesന് അത്രയും വൃത്തിയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, മീനച്ചാറിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ആ സ്മെല്ല് ഹെവി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് അടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ഈ വോയിസ് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കഥ കാണുമ്പോൾ തന്നെ കൊതിയാവുക. സ്മെല്ലും അതിന്റെ ആ രുചി ഇപ്പോഴും നാവിൽ തന്നെ ഇരിപ്പുണ്ട്. പറഞ്ഞ മീനച്ചാർ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ മെച്ചഡ് ആൻഡ് ബെറ്റർ ആണ്. ഒരു എരിവിന്റെ ലെവലും കുറച്ച് പുളിയും കൂടെ കുറയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി അത്രേ ഉള്ളൂ. അത് ഞാൻ കഴിച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, പറയാൻ പറ്റില്ല. അതായത് മറ്റ് സ്ഥാപനങ്ങളിലുള്ള അച്ചാറിനേക്കാളൊക്കെ മെച്ചഡ് ആൻഡ് ബെറ്റർ ആണ്. കെമിക്കലൊന്നും ചേർക്കാണ്ട് നമ്മുടെ നാടൻ രീതിക്കാണ് ഫുഡ് പാകം ചെയ്യണത്. ആ ഒരു ഗ്യാരണ്ടി പറയാൻ കേട്ടോ. അതും പറയാൻ പറ്റില്ല, അതിന്റെ ആവും ടേസ്റ്റ് വ്യത്യാസം. അച്ചാറിന്റെ ടേസ്റ്റും ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ സാമ്പാർ നല്ല കട്ടിയുള്ള സാമ്പാറാണ്. ഹോസ്റ്റൽ സാമ്പാർ പോലെ സൺ ടൈപ്പ് സാമ്പാർ ഉണ്ടല്ലോ, അതൊന്നല്ല. ഇവിടുത്തെ സാമ്പാർ നല്ല കട്ടിയുള്ള സാമ്പാറാണ്. ടേസ്റ്റ് വൈസ് നമ്മുടെ വീട്ടിലുള്ള സാമ്പാറിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അച്ചാറിന്റെ ഹെവി മണമാണ് എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ എന്തായാലും ഒരു കാരണം വെച്ചാലും കുറ്റം പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോണു, അത്രേ ഉള്ളൂ. ഫിഷ് അച്ചാറ്, ബീഫ് അച്ചാറ്, എല്ലാ തരത്തിലുള്ള അച്ചാറും ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ ഇവിടുത്തെ കുറച്ച് അച്ചാറ് വീട്ടിലേക്ക് പാഴ്സൽ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുമ്പോൾ മറക്കാതെ ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വീട്ടിലെ ഊണ് തന്നെയാണ്. എന്തായാലും വന്ന് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഇവരെല്ലാം തന്നെ ആവശ്യം വന്നതാണ്. വരുന്നുണ്ട് അച്ചാറുകൾ ഇഷ്ടംപോലെ ഡെയിലി ഓർഡറുകളുണ്ട്. നിരന്തരം കഴിക്കുന്നവർ പിന്നെ വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട്. അല്ല, ഇനി പുതിയതായിട്ട് ഇതുപോലെ ഫീൽഡിൽ തുടങ്ങുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ?
അല്ല, ഇത് നല്ല സംരംഭമാണ്. തുടങ്ങി പരിശീലിച്ച് വരുവാണെങ്കിൽ നല്ലൊരു എല്ലാവർക്കും ഒരു വിജയമാർക്കാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അവർക്കൊരു പ്രചോദനമാണ് നമ്മൾ കാണിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അനുഗമിച്ച് പോകുന്നത് നല്ല ഇതാണ്. അത് അവനവൻ്റെ ഒരു കൈപ്പുണ്യം എന്ന് പറയാം. അതങ്ങനെ ആക്കിയെടുക്കണത്. അതിന് സമയം കണ്ടെത്തി ക്ഷമയോട് ചെയ്യാനുള്ളൊരു മനസ്സ് അതൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വിജയിക്കും. എന്തായാലും വരുമ്പോൾ ട്രൈ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണാം. ടാറ്റ.